എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം വലിച്ചു നീട്ടുന്നില്ല. തമിഴ്നെയിൽ കണ്ടതുപോലെ പ്രധാനപ്പെട്ട ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കേട്ടറ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പരീക്ഷ നടക്കുന്നത് ജനുവരി 2025 18-ാം തീയതി 19-ാം തീയതിയുമാണ്. 18-ാം തീയതി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാറ്റഗറി 1ഉം 2ഉം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ കാറ്റഗറി 3ഉം 4ഉം പരീക്ഷ 19-ാം തീയതി ഞായറാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് 8-ാം തീയതി ജനുവരി തൊട്ടിട്ടാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾ ടിക്കറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇത് പറയാൻ കാരണം, എങ്ങാനും അതിൽ എന്തെങ്കിലും സാഹചര്യവശാൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ട്, എറർ വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടില്ല, നിങ്ങളുടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കറക്ഷന് ചോദിക്കും. ഓക്കെ, ആ കറക്ഷന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഒക്കെ റീ അപ്ലോഡ് ചെയ്ത് പുതിയ ഹോൾ ടിക്കറ്റ് വരാൻ ഒരു 24 മണിക്കൂർ, ഒരു ദിവസത്തിന് മുകളിൽ വേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് മൊബൈലിൽ കയറി, മൊബൈലിലൂടെ ആ സൈറ്റിൽ, കേട്ടറ്റിന്റെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ കയറി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിന്റെ പ്രിന്റ് ഒന്ന് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിടുക. അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കറക്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവർ ചോദിക്കും. അപ്പൊ തന്നെ അതെന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഈ 18-ാം തീയതി പരീക്ഷ, 17-ാം തീയതി വൈകുന്നേരമോ 18-ാം തീയതി രാവിലെയൊക്കെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഒരു കറക്ഷന് സമയം ഉണ്ടാവില്ല. പരീക്ഷ നിങ്ങളുടെ കൈവിട്ട് പോകും. നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ഹോൾ ടിക്കറ്റ് ഇല്ല എന്ന് ചെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു പ്രിന്റ് നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിടുക. പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് കയറി നോക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് തൊട്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോ രാവിലെയാണ്. രാവിലെ തന്നെ കയറി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കരയണ്ട. ചിലപ്പോൾ അത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയൊക്കെ ആയിരിക്കും വരിക. സമയം കൊടുക്കുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ദൃശ്യ സിനിമയിൽ പറയുന്ന പോലെ സമയമെടുക്കും, ക്ഷമ വേണം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ടൈം ടേബിൾ ആണ്. ബേസിക്കലി കാറ്റഗറി 1ന്റെ 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള 150 ചോദ്യങ്ങളുള്ള പരീക്ഷയാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കൊടുക്കുക, എഴുതുക. ഓക്കെ, അയ്യോ എനിക്ക് ഈ ചോദ്യം അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കരുത്. ദയവേത് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ തോക്കും. അറിയില്ലെങ്കിലും കണ്ണടച്ച് ധൈര്യത്തോടു കൂടി, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിനെ വിശ്വസിക്കുക. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ മനസ്സിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ. ഓക്കെ, അങ്ങോട്ട് കറക്കി കുത്തുക. എല്ലാ നിങ്ങൾ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ചോദ്യങ്ങളുടെ നേരെയും ഒരു ടിക്കറ്റ് കൊടുക്കുക. കാരണം എത്ര എണ്ണം നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്തു. ചിലപ്പോൾ ഒരു 120 ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റ് ചെയ്തത് നോക്കാനിരിക്കുമ്പോൾ ഒരു 60-70 എണ്ണം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത്ര എണ്ണം ശരിയാക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇതൊക്കെ ആ പരീക്ഷ ഹോളിൽ വെച്ച് നടക്കുന്നതാണോ? ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ടെൻഷൻ അടിക്കരുത്, കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, വാട്ട് എവർ. ഇനി കാറ്റഗറി 2ന്റെ പരീക്ഷ ശനിയാഴ്ച അതേ ദിവസം തന്നെ 2 മണി മുതൽ 4:30 വരെയാണ് നടക്കുക. അപ്പോൾ അതിന് 2.5 മണിക്കൂറായിരിക്കും. കാറ്റഗറി 3ന്റെ പരീക്ഷ 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 12:30 മണി വരെ ഉണ്ടായിരിക്കും. അതിന് 2.5 മണിക്കൂർ. കാറ്റഗറി 4ന്റെ പരീക്ഷ അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4:30 വരെ 2.5 മണിക്കൂറായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അവരവരുടെ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് തിരിച്ച് തീരുമാനങ്ങൾ പഠന വിധേയമാക്കിയിട്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് പറയേണ്ടത്. മറക്കരുത്, ഇന്ന് തന്നെ ഹോൾ ടിക്കറ്റ് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അതുപോലെ തന്നെ പഠിക്കാൻ ഇനി തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിന്നാൽ ഉള്ളതും കൂടെ ചിലപ്പോൾ ഈ ടെൻഷൻ ഉള്ളവർക്ക് അതൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ടെൻഷൻ അടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള മലയാളം അതുപോലെ ഇംഗ്ലീഷൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷൊക്കെ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. ആ അപ് ടു ദ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ സൈക്കോളജി നിങ്ങൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കണ്ടു. സൈക്കോളജിയുടെ പേരിൽ നിങ്ങൾക്ക് ആരും തോൽപ്പിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ സൈക്കോളജി പഠിക്കാത്ത അറിയാത്ത ഒരാളാണെങ്കിലും ബാക്കിയുള്ള വിഷയങ്ങളിൽ സ്കോർ ചെയ്താൽ മതി. അപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, ടാക്കിൾ ചെയ്യാൻ പഠിക്കുക പരീക്ഷേനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. അതുപോലെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ട് എവർ, എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൻഡ് സി യു.